ലൈഫിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. എനിക്ക് ലേബർ പെയിൻ പോലും അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലഭിക്കുമല്ല. പക്ഷെ ഈ പീരിക്ക് മാത്രം എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിങ്ങനെ പുറത്ത് വന്നിട്ട് പുറത്ത് ഡോക്ടർ എടുക്കുന്നതും ഫുൾ അത് ബ്ലഡിൽ നനഞ്ഞു കുളിച്ചിരിക്കുന്ന എല്ലാം ഞാൻ കണ്ടു. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസസിനെ കുറിച്ചാണ്. എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും എല്ലാ ലേഡീസിനും പറയാനുണ്ടാവും ഒരു കഥ. ഈ ഫേസ് ത്രൂ പോയേക്കുന്ന എല്ലാ ലേഡീസിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കഥ പറയാനുണ്ടാവും കേട്ടോ. ഈ ഡെലിവറി ടൈം ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഒരു യുണീക്കാണ്. എല്ലാവർക്കും ഓരോ എക്സ്പീരിയൻസസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസസ് ആയിരിക്കില്ല വേറൊരാൾക്ക്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇത് ശരിക്കും പെയിൻഫുൾ തന്നെയാണ്. അത് സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും നമുക്ക് ആ ഒരു ഫേസ് ഗോ ത്രൂ ചെയ്യേണ്ട കുറേ എന്താ പറയുക പെയിൻഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഡോക്ടർ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ നേരത്തെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് ഡ്യൂ ഡേറ്റിന് വൺ വീക്ക് ബിഫോർ തന്നെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ എൻ്റെ വയറെപ്പോഴും ടൈറ്റനിങ് ആയി വരുന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു ടൈറ്റനിങ് വയറിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു കോൺട്രാക്ഷൻ പോലെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നേരത്തെ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ അഡ്മിറ്റ് ആക്കി. ശരിക്കും പറഞ്ഞാൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് 5 ദിവസം വരെ ശരിക്കും ഡെലിവറി ഒന്നും ഉണ്ടായില്ല, പെയിനും വന്നില്ല. ആ ഒരു ടൈറ്റനിങ് എപ്പോഴും അങ്ങനെ തന്നെ നിന്നു. അപ്പൊ അഡ്മിറ്റ് ആയതിന്റെ സെക്കൻഡ് ഡേ ഡോക്ടർ രാവിലെ എന്നെ PV ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു. PV ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചപ്പോ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഒരു നോർമൽ PV അല്ലേ. എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്കും PV ഉണ്ടായിരുന്നു. എനിക്കത് അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആൾക്കാർ എപ്പോഴും പറയും PV ഭയങ്കര പെയിൻഫുൾ ആണെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ അത് അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡേ PV ചെയ്യാൻ ലേബർ റൂമിലോട്ട് പോയി. ഡോക്ടർ എല്ലാം പ്രിപ്പറേഷൻസ് ആയിട്ട് വന്ന് PV ചെയ്തു. എൻ്റെ ലൈഫിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. എനിക്ക് ലേബർ പെയിൻ പോലും അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലേബർ പെയിൻ ഒരു സെപ്പറേറ്റ് കാര്യമാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇത് സ്ട്രിപ്റ്റ് PV ആണോ എന്തോ ആണോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു അവര്. സ്ട്രിപ്പിംഗ് ചെയ്യുന്നോ അങ്ങനെ എന്തോ. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയ്ക്ക് പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടൈം ഡോക്ടർ കൈയിട്ട് കഴിഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ തിരിച്ചു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ എക്സ്പെക്റ്റഡും കൂടെ ആയിരുന്നില്ല. ഞാൻ അവിടെ കിടന്ന് വിളിച്ചു കൂവി. എന്നിട്ട് എൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. എന്നിട്ട് എൻ്റെ ഹെഡൊക്കെ മറ്റേ കട്ടിലിന്റെ ഏറ്റവും മേൽവശത്തോട്ട് ചെന്ന് കുടുങ്ങി പോകുന്ന പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല, സഹരിക്കാതെ പറ്റത്തില്ല. എന്താ പറയാ, ഇവിടെ കുഞ്ഞിന്റെ തല ഇറങ്ങി വരേണ്ടതാണ്. ഞാൻ 2 ഫിംഗർ മാത്രമേ ഇരുന്നുള്ളൂ. ഇത്ര പ്രശ്നം എന്താന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. ഞാൻ പിന്നെ ഓക്കെ, ഞാൻ സഹകരിക്കാന്ന് പറഞ്ഞ് വീണ്ടും ഇരുന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞ മരുന്ന് പറ്റണം, അത് ലേബർ പെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഇൻഡ്യൂസ് ചെയ്യുക പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. വീണ്ടും ചെയ്തു. വീണ്ടും എനിക്ക് ആ പെയിൻ താങ്ങാൻ പറ്റിയില്ല. ഞാന് വീണ്ടും വിളിച്ചു പോയി. ഞാൻ ലാസ്റ്റ് ഡോക്ടറിന്റെ മുന്നിൽ കൈ തൊഴുതു. ഡോക്ടർ പ്ലീസ് ഇനി ചെയ്യല്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു അത്. ഞാൻ പേടിപ്പിക്കുമല്ല. പക്ഷെ ഈ PVക്ക് മാത്രം എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. കുറെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് മെഡിക്കലിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. മീൻസ് ഒത്തിരി ബുദ്ധിമുട്ടല്ലാതെ പെയിൻ കില്ലേഴ്സ് ഉണ്ട്. സിസേറിയൻ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്തൊന്നും അറിയുന്നില്ല. പിന്നെ പെയിൻ കില്ലേഴ്സിന്റെ ബേസിൽ എല്ലാം സെറ്റാണ്. പക്ഷെ ഈ PVക്ക് മാത്രം ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. യൂഷ്വൽ ഒരു നോർമൽ PV ചെയ്താൽ അവരൊരു ഡൈലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന PVക്ക് അത് കുഴപ്പമില്ല കേട്ടോ. കാരണം അത് നമുക്ക് ആ ഒരു പെയിൻ സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒത്തിരി പെയിൻ ഇല്ല. പക്ഷെ ഇത് വേറെ എന്തൊരു സംഭവമായിരുന്നു. കാര്യം PV തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബെഡിലോട്ട് ഞാൻ തിരിച്ചു വന്നു.
സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പെയിൻ ഉണ്ടാവാൻ തുടങ്ങി. മീൻസ് പക്ഷെ എനിക്ക് സഹിക്കാനുള്ള പെയിനേ ഉള്ളൂ. അന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ടൊരു പെയിൻ ഒക്കെ വരാൻ തുടങ്ങി. പക്ഷെ ആ പെയിൻ കൂടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ PV ചെയ്തതിന്റെ ആയിരുന്നു. ആ ഒരു എന്താ പറയാ, പെയിനും ബുദ്ധിമുട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് PV എന്ന് കേൾക്കുമ്പം പേടിയാ. ഡോക്ടർ അടുത്തോട്ട് വരുമ്പം തന്നെ എനിക്ക് പേടിയായിരുന്നു. രാത്രി പെയിൻ കൂടുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പെയിൻ കൂടിയൊന്നുമില്ല. രാവിലെ ആയപ്പോഴത്തേക്കും പെയിൻ നിന്നു. പെയിൻ ഒന്നും വന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ഡോക്ടറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ പെയിൻ ഒന്നും വന്നില്ല, കുഴപ്പമില്ല മോളെ, വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പെയിൻ വരാൻ വേണ്ടിയിട്ട് വീണ്ടും 2-3 ദിവസം വെയിറ്റ് ചെയ്തു. അങ്ങനെ 5ാമത്തെ ദിവസം മെഡിസിൻ കഴിക്കാമെന്ന് വെച്ചു. മീൻസ് ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ തരാം, തന്നെ പെയിൻ വരുന്നില്ലല്ലോ. അങ്ങനെ മെഡിസിൻ കഴിക്കാന്ന് വെച്ചു. അപ്പൊ രാവിലെ 4 മണിക്ക് ഞാൻ മെഡിസിൻ കഴിച്ചു പെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ തന്നു. മെഡിസിൻ കഴിച്ചിട്ട് ഞാൻ കുറെ നടക്കുകയും എക്സസൈസും ഒക്കെ ചെയ്തു കേട്ടോ, പെയിൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് വീണ്ടും ആ ഒരു ടൈറ്റനിങ്ങും ചെറിയൊരു പെയിനും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൂടുന്നുണ്ടായിരുന്നില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആ PV ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഇച്ചിരൂടെ ഒരു പെയിനും ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം PV ചെയ്തിട്ട് വന്ന പെയിനിനെക്കാട്ടിലും കുറച്ചുകൂടെ പെയിൻ ഉണ്ടായിരുന്നു. ടൈറ്റനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു. പെയിൻ ഒന്നും വന്നില്ല. ഇത് കൂടുന്നില്ല പെയിൻ എന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഡോക്ടർ ഒരു 5 മണി ആയപ്പം എന്നെ വിളിപ്പിച്ചപ്പം വീണ്ടും PV ചെയ്തു. ഈ PV ചെയ്യുമ്പം ഡോക്ടർ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയായി കേട്ടോ. പക്ഷെ ഇത് ആ തരത്തില് PV ആയിരുന്നില്ല. ആസ് യൂഷ്വൽ ചെയ്യുന്ന PV തന്നെ, ഡൈലേഷൻ ചെക്ക് ചെയ്യാനുള്ള PV തന്നെയായിരുന്നു. അപ്പൊ അത് അത്രയ്ക്ക് എനിക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെക്ക് ചെയ്തപ്പം ഡൈലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴും പെയിൻ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ആ ട്രിപ്പിന്റെ സാധനം ഊരിയിട്ട് PV ചെയ്തു. PV ചെയ്യുന്നതിന്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയോ ചെയ്തു കേട്ടോ. ഞാൻ ദൈവത്തിനെ വിളിച്ചിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ട്. താഴെ കൂടെ കൈയിട്ട് അവർ എന്തൊക്കെയോ ചെയ്തു. അപ്പോ എന്തോ ഒരു സാധനം പൊട്ടിച്ച് വിടുന്ന പോലെയോ ചൂട് ഫ്ലൂഡ് വരുന്ന പോലെയോ എന്തൊക്കെയോ എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല അതെന്താന്ന്. ഭയങ്കരമായിട്ടും ഞാൻ പേടിച്ചും പോയി. പോരാത്തതിന് പെയിനും ഉണ്ടായിരുന്നു, നല്ല പെയിൻഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് യൂറിൻ പാസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് പോലത്തെ സാധനം അവര് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്താ ചെയ്തതെന്ന്. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല അവരെന്താ ചെയ്തതെന്ന്. കയ്യിലൊരു വലിയ കത്തിക പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. യൂറിൻ വരുന്നതെല്ലാം ആ ബാഗിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ബ്ലാഡർ ഫുള്ളായിരിക്കുന്നോണ്ട് കൊച്ചു താഴെ വരുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ചെയ്തപ്പോഴത്തേക്കും കൊച്ചു താഴെ വരാൻ തുടങ്ങി. എന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് കുഞ്ഞിന്റെ ഹെഡ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടായിരുന്നു ഡോക്ടർ ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത്. പിന്നെ താഴെ ഡൈലേഷൻ ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. വീണ്ടും പെയിൻ കൂടാത്തോണ്ട് ഡോക്ടർ ഈ ഒരു പ്രോസസ്സ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് യൂറിൻ പെട്ടെന്ന് ക്ലിയർ ആയി പോവുക, വരുന്ന യൂറിൻ എല്ലാം അതിനകത്തോട്ട് കയറി പോവുമായിരുന്നു യൂറിൻ ബാഗിലോട്ട്. അപ്പം പതുക്കെ പെയിൻ വരാൻ തുടങ്ങി. പെയിന്റെ കൂടെ തന്നെ കുട്ടി താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഇവിടെ മേളില് കയറി നിന്ന ആള് താഴോട്ട് വരുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സിന്റെ കൂടെ തന്നെ പതുക്കെ താഴോട്ട് ഇറങ്ങി വരുന്നത്. ഇത്രയും ദിവസമായിട്ട് ശരിക്കും ഞാൻ അവിടെ കുറെ നടന്നു, മെഡിസിൻ ഒക്കെ കഴിച്ച് PV എല്ലാം ചെയ്തിട്ട് നടന്ന് എക്സസൈസ് ചെയ്ത് എല്ലാം ചെയ്തത് കുട്ടിയുടെ ഹെഡ് താഴെ ഇറങ്ങി വരുവാണെങ്കിൽ പെട്ടെന്ന് എന്താ പറയാ പെയിൻ വരും, അതേപോലെ തന്നെ ട്രിപ്പ് ഇട്ടാൽ പെട്ടെന്ന് എഫക്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത്. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ശരിക്കും ഒരു എഫക്റ്റ് ഉണ്ടായത്. എന്നിട്ട് കുട്ടി താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് 6 മണിക്കാണ് എനിമ തന്ന് എല്ലാം സെറ്റാക്കി കയറ്റിയത്. ഒരു 7 മണിക്ക് ഈ പരിപാടി ചെയ്തത്. 7 മണി വരെ എനിക്ക് പെയിൻ വന്നില്ല. 7 മണിക്ക് ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വിതിൻ ഒരു 3 hours കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിട്ട് എന്റെ ഡെലിവറി ആയി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പെയിൻ വരാൻ തുടങ്ങിയതും
ആ പെയിന് കൂടാൻ തുടങ്ങിയതും എന്നിട്ട് എല്ലാം കഴിഞ്ഞത്. ശരിക്കും ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു, കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ അതേപടി കിടന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഒരു വീണ്ടും PV ചെയ്ത് നോക്കും അകത്ത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കൊരു ഫോബിയ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ ഈ എന്നെ ഡെലിവറിക്ക് കയറ്റുന്ന സമയത്ത്, അവിടെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഓൾറെഡി 3 പേരുണ്ടായിരുന്നു. ഡെലിവറി ജസ്റ്റ് കഴിഞ്ഞ 3 പേര്. അവരെന്നോട് ഇങ്ങനെ ദൂരെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര പെയിൻഫുൾ ആട്ടോ, ഭയങ്കര ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ, എല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഹാപ്പി ആയിട്ടായിരുന്നെ. പക്ഷെ എന്റെ ഇനിയിപ്പോ എല്ലാം കഴിയണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ സങ്കടപ്പെട്ടതാണ്. ഞാൻ ഇനി ഈ ഫേസിൽ കൂടെ പോണമല്ലോ എന്ന് അതോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം സെക്കൻഡ് ഡെലിവറി ആണെന്ന് പറഞ്ഞാലും ആ ഒരു പെയിൻ എനിക്ക് അറിയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാം പക്ഷെ നന്നായിട്ട് കഴിഞ്ഞു. ലാസ്റ്റില് ഈ കുഞ്ഞ് പുറത്തോട്ട് വരുന്ന എല്ലാം എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. എന്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ പെയിൻ മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ഒരു പ്രോസസ്സ് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരുന്നു, എല്ലാ കാര്യത്തിലും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. കുഞ്ഞിങ്ങനെ പുറത്ത് വന്നിട്ട് പുറത്ത് ഡോക്ടർ എടുക്കുന്നതും ഫുൾ അത് ബ്ലഡിൽ നനഞ്ഞു കുളിച്ചിരിക്കുന്ന എല്ലാം ഞാൻ കണ്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു എന്താ പറയാ ആശ്വാസമായിരുന്നു. അതാണ് എന്റെ ഫുൾ ഡെലിവറി സ്റ്റോറി. എനിക്ക് ലേബർ പെയിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ളത് PVയെ പറ്റി തന്നെയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന്. കാരണം കുട്ടി താഴോട്ട് ഇറങ്ങി വരാത്തോണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നു ഡോക്ടറിന്, സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് ഓവറോൾ ഒരു പരിപാടി കണ്ടിട്ട്. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ആവാൻ വഴിയില്ല. കാരണം ഞാൻ അതുപോലെയാണ് എൻ്റെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ നോക്കിയ. യോഗ ആണെങ്കിലും പ്രാണായാമം ആണെങ്കിലും മെഡിറ്റേഷൻ, അങ്ങനെ എല്ലാ പരിപാടികളും അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു എൻ്റെ. അപ്പൊ സ്വന്തത്തിന് മേളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും ഫസ്റ്റ് എന്തായാലും നോർമൽ ആയിരുന്നു, അപ്പൊ സെക്കൻഡും നോർമൽ തന്നെ ആയിരിക്കും എന്ന്. പക്ഷെ എന്തോ ഒരു പ്രശ്നം കാരണം താഴോട്ട് കുട്ടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. ഡൈലേഷനും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു, താഴോട്ട് കുട്ടി ഇറങ്ങി വരാത്തോണ്ടായിരുന്നു ആ പ്രശ്നം. അപ്പൊ കുട്ടി താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എല്ലാം പ്രോസസ്സ് നോർമൽ ആയിട്ട് എല്ലാം കഴിയുകയും ചെയ്തു. അപ്പൊ ഇതായിരുന്നു എന്റെ സ്റ്റോറി. ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ സ്റ്റോറി പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. ബൈ.